എല്ലാ പ്രാർത്ഥനയും ശ്രദ്ധയോടെയാണെങ്കിൽ അങ്ങനെ എടുത്തെഴുതേണ്ട ഒരു കാര്യം വരില്ലായിരുന്നല്ലോ. അപ്പൊ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുക. പോരാ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വിവിധ നിലവാരത്തിൽ പ്രാർത്ഥനയുടെ ഡെപ്ത് കൂട്ടാൻ, അല്ല പ്രാർത്ഥനയുടെ വിഷയ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ നിലവാരം മാറുന്നത് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്യം പറയാം. അത് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നല്ല, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നല്ല, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നല്ല. അവിടെ എഴുതിയിരിക്കുന്നു സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിച്ചു. എല്ലാ പ്രാർത്ഥനയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ശാരീരികമായിട്ട് മരിക്കത്തക്ക ദീനം പിടിപെട്ടാൽ അയക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, സങ്കടത്തോടെ കരച്ചിലോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. 3 മക്കളെ പെറ്റു വളർത്തിയിട്ട് ഒരാൾ യാതൊരു വിധത്തിലും ദൈവത്തോട് അടുക്കാതെ, ദൈവിക പ്രമാണത്തിന് വില കൊടുക്കാതെ, ബോധിച്ചതുപോലെ ജീവിച്ച് വീട്ടിൽ കയറാതെ നടക്കുമ്പോൾ അവന് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ ഒരപ്പനും ഒരമ്മയ്ക്കും കഴിയേല. പക്ഷെ ഞാനിവിടെ നിന്നുകൊണ്ട് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം. ഒരു കാലഘട്ടം മുഴുവൻ കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ച വിഷയത്തിന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ ഒരവസരം ദൈവം തരാതിരിക്കുകയല്ല. അതിന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്ക്. ആർക്ക് വേണ്ടിയിട്ടാണോ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ ഒത്തിരി ഉപവസിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ മുഖം വാടി പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ നിലവിളിച്ചു പ്രാർത്ഥിച്ചത്, അതേ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ ഒരവസരം ദൈവം തരാതിരിക്കുകയല്ല. ഞാൻ എന്തിനാ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചത്? എല്ലാ കാലവും നിലവിളിച്ചും കരഞ്ഞും തലകുനിച്ചും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരികയല്ല. ചില വിഷയങ്ങൾക്ക് ഇപ്പോൾ കരഞ്ഞോണ്ടായിരിക്കും നടക്കുന്നത്, ചില വിഷയങ്ങൾ ഇപ്പോൾ ലജ്ജിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവം നിങ്ങൾ ചിലരോട് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് ഫെബ്രുവരിയിൽ 6-ാം തീയതി ലജ്ജയോടെ, സങ്കടത്തോടെ, കരച്ചിലോടെ, കണ്ണുനീരോടെ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പൗലോസ് എഴുതിയതുപോലെ അധികം താമസിയാതെ സന്തോഷത്തോടെ തിരുസന്നിധിയിൽ വരുവാൻ ഹന്ന വന്നത് ഓർക്കുന്നില്ലേ? അതുപോലെ വരാൻ ഒരു അവസരം തരുമെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ.